ഹലോ, ഇന്ന് നമ്മൾ അച്ഛൻ്റെ കൂടെ ഇഞ്ചി നടാൻ പോവുകയാണ് കേട്ടോ. കഴിഞ്ഞ തവണ വെച്ച ഇഞ്ചിയുടെ തടത്തിൽ തന്നെയാണ് കേട്ടോ ഇത്തവണയും വെക്കുന്നത്. അതിനായി അച്ഛൻ തടം വൃത്തിയാക്കുന്നുണ്ട്. ഒരു കൈക്കോട്ട് കൊണ്ട് മണ്ണൊക്കെ ഇളക്കി ഇഞ്ചി നടാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മൂപ്പര്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മൂപ്പർക്ക് കുറച്ചുകൂടി ആവേശമായി. അങ്ങനെ തടം ഒരുക്കിയ ശേഷം ഒരു വീതി കുറഞ്ഞ തൂമ്പ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തൂമ്പ വെച്ചാണ് ഇഞ്ചി നടാനുള്ള കുഴി ഉണ്ടാക്കേണ്ടത്. നമ്മുടെ വലിയ കൈക്കോട്ട് കൊണ്ട് ഇത്തരത്തിൽ കുഴിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് തൂമ്പ തന്നെ ഉപയോഗിച്ചത്. ഏകദേശം 15 സെന്റിമീറ്റർ ആഴത്തിലാണ് കുഴിയെടുക്കേണ്ടത്. നീളത്തിൽ 14 കുഴിയും വീതിയിൽ 3 കുഴിയും വീതം ആകെ 42 കുഴിയാണ് കേട്ടോ ഒരു തടത്തിലെടുത്തിട്ടുള്ളത്. അച്ഛൻ ഇങ്ങനെയുള്ള കൃഷിപ്പണിയിലൊക്കെ പ്രോ ആണ് കേട്ടോ. തൻ്റെ 15ാമത്തെ വയസ്സിൽ പാടത്ത് പണിക്കിറങ്ങിയ ആളാണ് കക്ഷി. ഇപ്പം അച്ഛൻ്റെ 57ാം വയസ്സിലും അത് തുടരുന്നു. അങ്ങനെ നീണ്ട 4 പതിറ്റാണ്ടുകളായിട്ട് കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ ഇഞ്ചി നടാനുള്ള കുഴിയൊക്കെ റെഡിയായി. ഇനി ഇഞ്ചി വിത്ത് സെറ്റാക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഇഞ്ചിയുടെ വിത്താണ് കേട്ടോ ഇത്. ഇഞ്ചിച്ചെടിയുടെ ഇലകളെല്ലാം നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വിളവെടുക്കാം കേട്ടോ. അങ്ങനെ എടുത്ത ഇഞ്ചിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ മാറ്റിവെച്ച ഇഞ്ചി അധികം ഉണങ്ങാൻ അനുവദിക്കാതെ വേനൽക്കാലത്ത് തെങ്ങിൻപട്ടയും മറ്റ് ചപ്പും അതിൻ്റെ മുകളിലിട്ട് വെക്കും. ആ ഇഞ്ചിയാണിത്. ബാക്കി വന്ന ഇഞ്ചി അച്ഛൻ വിറ്റുട്ടോ. ഇപ്പോൾ മഴ പെയ്തതിനാൽ ഇഞ്ചിയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇനിയും എടുത്തു വെക്കാൻ പറ്റില്ല, ഉടനെ നടണം. അത്യാവശ്യം വലിയൊരു ഇഞ്ചിയുടെ മൂടിൽ നിന്ന് 15 മുതൽ 20 വരെ വിത്തുകൾ നമുക്ക് കിട്ടുമെന്നാണ് അച്ഛൻ പറയണത്. അങ്ങനെ വിത്തുകൾ ഉണ്ടാക്കുകയാണ് ഇനി അടുത്ത ലക്ഷ്യം. ഒരുപാട് കൊല്ലം മുന്നേ നമ്മുടെ വീട്ടിൽ ഇഞ്ചി കൃഷി നടത്തിയിരുന്നു കേട്ടോ. പിന്നെ അതില്ലാണ്ടായി. പിന്നെ കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് വീണ്ടും തുടങ്ങിയത്. 100 രൂപയ്ക്ക് 5 കിലോ ഇഞ്ചി വിത്ത് വാങ്ങിയിട്ട് തുടങ്ങിയതാണ് ഈ കൃഷി. 1 കിലോ വിത്തിൽ നിന്ന് ഏകദേശം 20 കിലോ ഇഞ്ചി വരെ കിട്ടിയെന്നാണ് അച്ഛൻ പറയുന്നത്. അതിൽ നിന്നും മാറ്റിവെച്ച വിത്താണ് ഈ കാണുന്നത്. ഇനി ഈ വിത്തുകളെ തടത്തിൽ നടാൻ പാകത്തിലുള്ള ചെറിയ ചെറിയ വിത്തുകളാക്കി മാറ്റണം. അങ്ങനെ ചെറിയ ചെറിയ വിത്തുകളാക്കി മാറ്റുകയാണ് കേട്ടോ അച്ഛൻ. ഞാനും അച്ഛനും എപ്പോൾ കണ്ടാലും കീരിയും പാമ്പും എന്നാണ് അമ്മ പറയാറ്. പക്ഷെ ഇന്ന് ഞങ്ങൾ അതിന് മാറ്റി. ഇന്ന് ഞങ്ങൾ നല്ല സെറ്റാണ് കേട്ടോ. ഈ ഒരു ചെറിയ ഇഞ്ചി കഷ്ണത്തിൽ നിന്നാണ് വലിയ ഇഞ്ചി ഉണ്ടാവണം കേട്ടോ. അങ്ങനെ വിത്തുകളൊക്കെ ഞങ്ങൾ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയി നടണം. അങ്ങനെ ഉണ്ടാക്കിയ വിത്തുമായിട്ട് തടത്തിലെത്തി. ഇനി ഓരോ കുഴിയിലും ഓരോ വിത്തുകളായിട്ട് ഇടണം. അച്ഛൻ എത്ര മുകളിൽ നിന്നിട്ടാലും കൃത്യം കുഴിയിൽ തന്നെ വീഴും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അച്ഛന് നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓരോ കുഴിയിലും ഒന്നിലധികം ഇഞ്ചി കഷ്ണങ്ങൾ ഇടേണ്ടതില്ല കേട്ടോ. ഈ ഒരു ചെറിയ ഇഞ്ചി കഷ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടത്ര ഇഞ്ചി ലഭിക്കും. അങ്ങനെ അച്ഛൻ ഇടുന്നത് കണ്ടിട്ട് എനിക്കും ഇതേപോലെ ഇടാൻ തോന്നി. അങ്ങനെ ഞാനും ആ ഉദ്യമത്തിന് തുനിഞ്ഞു കേട്ടോ. പക്ഷെ അച്ഛൻ ചെയ്യുന്നത് പോലെ അത്ര ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ഛൻ ചെയ്യുമ്പോൾ വളരെ ഈസി ആയി തോന്നിയെങ്കിലും എനിക്ക് അത്ര ഈസി ആയിരുന്നില്ല കാര്യങ്ങൾ. ഞാൻ വളരെ സൂക്ഷിച്ച് മാത്രമാണ് വിത്തുകൾ ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിത്തുകളെല്ലാം എല്ലാ കുഴിയിലും ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. വിത്തുകളെല്ലാം ഇട്ടതിന് ശേഷം അവ ചെറുതായൊന്ന് മണ്ണിൽ അമർത്തി കൊടുക്കേണ്ടതുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അച്ഛൻ പറഞ്ഞു, ഞാൻ അതേപോലെ ചെയ്തു. അതിലും ഞാൻ എൻ്റെ കൈ കടത്തിയിട്ടുണ്ട്. ഇനി വളമിടൽ ചടങ്ങാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. ഉണങ്ങിയ പൊടി തന്നെ ഇടണം. പച്ചച്ചാണകം ഇഞ്ചിവിത്ത് ചെയ്യാൻ ചിലപ്പോൾ കാരണമായിരിക്കും. മഴ നനഞ്ഞത് കൊണ്ട് ചാണകത്തിന് ചെറിയ ഈർപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കുഴിയിലും ഒരു പിടി ചാണകപ്പൊടി എന്ന അളവിലിട്ടു. ഈ പണിക്ക് പിന്നെ ഞാൻ കൂടിയിട്ടില്ല കേട്ടോ. ചാണകം തൊടാനുള്ള മടി കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം അതൊക്കെയാണെന്ന് പറയാം. ഇനി ഉണങ്ങിയ ചാണകപ്പൊടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് പച്ചച്ചാണകവും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇതേപോലെ ഡയറക്റ്റായിട്ട് കുഴിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം ഈ കുഴികളെല്ലാം മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇലകളെല്ലാം വെച്ച് അതിന് മുകളിലായിട്ട് ചാണകം വിതറിക്കൊടുക്കാം. അങ്ങനെ ചാണകപ്പൊടി എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കുഴി നികത്തലാണ്. കുഴിയെടുക്കുമ്പോൾ പുറത്ത് വന്ന മണ്ണ് വെച്ച് കുഴി നികത്തൽ നടന്നു. അതിലും എൻ്റെ ഈ കൈകൾ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് കുഴി നികത്തുമ്പോൾ മണ്ണിൽ നിന്ന് പൊന്തി വരുന്ന ചെറിയ മണ്ണിരകളെ കാണാം. മണ്ണിരകൾ കർഷകർക്ക് മിത്രങ്ങളാണെങ്കിലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചി നടൽ പരിപാടി ഏകദേശം അവസാന ഘട്ടത്തിലായിട്ടുണ്ട്. ഇനിയൊരു ലാസ്റ്റ് സ്റ്റെപ്പോട് കൂടി ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാറായിട്ടോ. അങ്ങനെ ഞാൻ അവശേഷിച്ച ഇഞ്ചിക്കുഴികളെല്ലാം മൂടിയിട്ടുണ്ട്. ഈ വീഡിയോ എടുത്തു തരുന്നത് അച്ഛനാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി പോസ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അതിനെ നമ്മൾ പുതയിടൽ എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ മൾച്ചിങ് എന്ന് പറയും. കൃഷിയിടത്തിൽ ആവശ്യമില്ലാത്ത ചെടികളുടെ ഇലകളാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ പുതയിടൽ കൊണ്ട് നമുക്ക് ധാരാളം ഉപകാരങ്ങളുണ്ട്. മണ്ണിൻ്റെ താപനില സംരക്ഷിക്കുന്നതിനും മഴക്കാലത്ത് മണ്ണ് തെറിച്ചു പോവാതിരിക്കാനും മേൽമണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടാനും അതേപോലെ
കളകളൊക്കെ ഉണ്ടാകുമ്പോൾ അവയെ നശിപ്പിക്കാനുമെല്ലാം ഈ പുതയിടൽ സഹായിക്കൂട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചി നടൽ ഭംഗിയായി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.